അൾട്രാ വയലറ്റിലെ ഏറ്റവും പുതിയ ബൈക്കായിട്ടുള്ള X47 ക്രോസ് ഓവർ ബൈക്കിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. ഇതിൻ്റെ ഒരു ക്വിക്ക് വാക്ക് റൗണ്ട് റിവ്യൂ ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2.74 ലാക്സ് ആണ് എക്സ് ഷോറൂം. ആദ്യത്തെ 1000 കസ്റ്റമേഴ്സിന് 2.49 ലാക്സിലാണ് ഇൻട്രൊഡക്ടറി പ്രൈസ് കൊടുത്തിരിക്കുന്നത്. 323 കിലോമീറ്റർ ആണ് ഇതിൻ്റെ IDC റേഞ്ച്. 240 കിലോമീറ്റർ അടുത്ത് നമുക്ക് റിയൽ വേൾഡ് റേഞ്ച് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഓവറോൾ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. പക്ക ഒരു ഓൾ ടെറൈൻ ADV സെറ്റപ്പിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ല ബൾക്കി ആയിട്ടുള്ളൊരു ഫ്രണ്ട് ആൻഡ് ലുക്കാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓവറോൾ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ADV ലുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ റഡാർ സിസ്റ്റം കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, അതുപോലെ ലെയിൻ ചേഞ്ച് അസിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു റഡാർ സിസ്റ്റത്തോടു കൂടി ഒരു ബൈക്ക് ലോഞ്ച് ആവുന്നത്. അപ്പം ഓവറോൾ 3 കളർ ടോൺസ് കൊടുത്തിട്ടുണ്ട്. റെഡ്, അതുപോലെ പുറകിൽ കാണുന്ന ആ ഒരു വൈറ്റ് ടോൺ, അതുപോലെ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് ടോണും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ അടിപൊളി ലുക്കാണ്. 145 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ടോർക്കാണ് ഏറ്റവും കൂടിയ ഒരു സംഭവം. ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റിയർ വീലിൽ കിട്ടുന്ന ടോർക്കാണ്. 610 Nm അടുത്താണ് അതിൻ്റെ റിയർ വീൽ ടോർക്ക് എന്ന് പറയുന്നത്. ഡ്യുവൽ പർപ്പസ് ടയറാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ചാനൽ ABS ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ക്യാമറ നമുക്കിവിടെ കാണാം. റഡാർ സിസ്റ്റത്തിന് വേണ്ടിയുള്ള സെൻസറും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ബട്ടൺ ടൈപ്പ്, ഒരു ഡ്യുവൽ പർപ്പസ് ടൈപ്പ് ടയറാണ്. ചെയിൻ ഡ്രൈവാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മൾട്ടി സ്ട്രാഡയൊക്കെ പോലുള്ള ഒരു ലുക്കുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2.74 ലാക്സ് ആണ് എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അലോയ്സ് നമുക്ക് കാണാം. ഫ്രണ്ട് ബീക്കും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വിൻഷീൽഡുണ്ട്. അതുപോലെ അത്യാവശ്യം ആക്സസറീസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഈ ഒരു ഫ്രണ്ട് എൻഡ് പോർഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് മീറ്റർ കൺസോൾ. അപ്പം നമുക്കിവിടെ ഡ്യുവൽ ടൈപ്പിലുള്ള, നമുക്കിതിലൂടെ വീഡിയോയെ കാണാം, അങ്ങനെയുള്ളൊരു സംഭവമുണ്ട്. നമുക്ക് ഇത് മറ്റ് മീറ്റർ കൺസോളിലെ കാര്യങ്ങൾ ആക്സസ് ചെയ്യാനായിട്ടുള്ള മീറ്ററാണ്. ഇതിലൂടെ നമുക്ക് വീഡിയോ കാണാൻ പറ്റും. അത് റഡാർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ലൈൻ ചേഞ്ചും ബ്ലൈൻഡ് സ്പോട്ടും എല്ലാം നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. ഒരു സിംഗിൾ സീറ്റ് സെറ്റപ്പാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 145 km/h ആണ്. അതുപോലെ ഡ്യുവൽ ചാനൽ ABS ആണ് വന്നിരിക്കുന്നത്. 3 ലെവൽ ട്രാക്ഷൻ കൺട്രോൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സബ് ഫ്രെയിം വന്നിരിക്കുന്നത് ഫുള്ളി കാസ്റ്റഡ് ആയിട്ടുള്ള അലുമിനിയമാണ് ഫ്രെയിം വന്നിരിക്കുന്നത്, സബ് ഫ്രെയിം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. 5.9 ആണ് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. എനിക്ക് പ്ലാന്റഡ് ഫുട്ടാണ്. വളരെ കംഫർട്ടബിളാണ്. നമുക്ക് സീറ്റിലേക്ക് മുന്നോട്ടും പുറകോട്ടും ഇരിക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട്. നമ്മളുടെ ആ ഒരു ബാക്ക് പോർഷൻ വളരെ കംഫർട്ടബിളായിട്ടാണ് ഈ ഒരു സീറ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്രൈറ്റ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ പൊസിഷനായിട്ട് ഫീൽ ചെയ്തു. എന്തായാലും ഓവറോൾ സൂപ്പർബാണ്. നമുക്ക് എന്തായാലും റൈഡ് റിവ്യൂ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രൈഡേ നമ്മൾ റൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അന്നേരത്തെ ആ ഒരു വീഡിയോയിൽ നമുക്ക് പറയാം. ഇതിൽ ഫ്രണ്ടിലും റിയറിലും ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് 2 ടൈപ്പിലുള്ള മീറ്റർ കൺസോൾ വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ നോർമൽ ബൈക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും, മറ്റൊന്ന് നമുക്ക് വീഡിയോ കാണാം. ഫ്രണ്ടിലും റിയറിലെയും വീഡിയോ കാണാൻ പറ്റും. അതായത് വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന സമയത്തും ലൈൻ ചേഞ്ച് ചെയ്യുന്ന സമയത്തും, അതുപോലെ തന്നെ മിററിലെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കൊളീഷൻ വാർണിങ്ങും അലേർട്ടും ഒക്കെ ആയിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സെറ്റപ്പ് റെഡിയായി ചെയ്തിരിക്കുന്നത്. അപ്പം അത് വളരെ യൂസ്ഫുള്ളാണ്. വളരെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ബൈക്കാണ്. അതും ഇന്ത്യൻ മെയ്ഡ് ഇലക്ട്രിക് ബൈക്കാണ്. ഹൈപ്പർസെൻസ് റഡാർ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു ക്യാമറയുണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ ക്യാമറ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനുമൊക്കെ അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റഡാർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഒരു ക്രാഷ് ഗാർഡ് ഇവിടെ കാണാം. പിന്നെ 8 ലക്ഷം കിലോമീറ്റേഴ്സ് വാറൻറ്റി കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഓൺ ബോർഡ് ചാർജർ വന്നിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുള്ളാണ്. 40 ഹോഴ്സ് പവർ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 610 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 325 ആണ് ഇതിൻ്റെ IDC റേഞ്ച്. അപ്പം ഒരു 240 കിലോമീറ്ററെങ്കിലും നമുക്ക് റിയൽ വേൾഡ് റേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം 2,74,000 രൂപയ്ക്ക് ഇത് വർത്താണോ ഇല്ലയോ എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. ഇതിൻ്റെ എല്ലാ കളർ വേരിയൻസും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഡെസേർട്ട് വിങ് എന്ന് പറയുന്ന ഒരു കളർ ഓപ്ഷനാണ്. ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് യെല്ലോയിഷ് ടോൺ ആയിട്ടുള്ള ഒരു കളറാണ്.
ഇനി ഇവിടെ ഒരു വൈറ്റ് ടോൺ ഉണ്ട്, അതുപോലെ നമുക്ക് റെഡ് കളർ വേരിയൻ്റ് ഉണ്ട്, പൊളി ലുക്കാണ്. പിന്നെ ഈ കാണുന്നത് നമ്മളുടെ ബ്ലാക്ക് കളർ വേരിയൻറ്റ്. ഒരു രക്ഷയില്ല കേട്ടോ, സൈഡ് വ്യൂ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മീറ്റർ കൺസോൾ ഡിസൈൻ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്. ഒരു മൾട്ടിസ്ട്രാഡയുടെയൊക്കെ ഒരു ഫ്രണ്ട് ആൻഡ് ലുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പോർഷൻ. ഫ്രണ്ട് നല്ല ബൾക്കിയറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീറ്റ് സിംഗിൾ സീറ്റ് സെറ്റപ്പാണ്. ഇവിടെ നല്ല രീതിയിലുള്ള കുഴിവുണ്ട്. പില്ലിയൻ സീറ്റ് കുറച്ചൊരു ഫ്ലാറ്റായിട്ടുള്ള സെറ്റപ്പിലാണ്, അതുകൊണ്ട് കംഫർട്ടബിൾ ആയിരിക്കും. പ്രത്യേകിച്ച് പാഡിങ് കുറവാണെങ്കിലും ഇതിൻ്റെ സസ്പെൻഷൻ നല്ല സോഫ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ADV സെറ്റപ്പ് ആയതുകൊണ്ട്. ചെയിൻ ഡ്രൈവാണ് വന്നിരിക്കുന്നത്. ഡ്യുവൽ പർപ്പസ് ടയേഴ്സ് കാണാം, അലോയ് വീൽസ് കാണാൻ പറ്റും. അപ്പം അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് നമുക്കിതിൻ്റെ ഓൺ ബോർഡ് ചാർജറാണ് ഇതിനകത്ത് വരുന്നത്. ക്യാരി ചെയ്ത് കൊണ്ടു നടക്കേണ്ട ചാർജർ ഈ ഒരു പോർഷനിലാണ് ഇതിൻ്റെ ചാർജിങ് യൂണിറ്റ് വരുന്നത്. നമുക്ക് 16 ആമ്പ് ചാർജർ നോർമലായിട്ടുള്ള ഒരു പ്ലഗ് പോയിൻറ്റിൽ നമുക്ക് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റും. അതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ F77-ലൊക്കെ നമുക്ക് ചാർജർ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് വലുപ്പമുള്ള ബൾക്കി ആയിട്ടുള്ള ഒരു ചാർജർ യൂണിറ്റ്സ് ആയിരുന്നു. ഇപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ സീറ്റിൻ്റെ അടിയിൽ തന്നെ നമുക്ക് സെറ്റപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ചാർജിങ് യൂണിറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സബ് ഫ്രെയിം കണ്ടോ, അലുമിനിയം, കാസ്റ്റ് അലുമിനിയമാണ്. ഇവിടെ ഒരു ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഓവറോൾ ഡിസൈൻ ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ് അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 10.3 kWh ബാറ്ററി പാക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സെയിം നമ്മുടെ അൾട്രാ വയലറ്റ് F77-ൻ്റെ സെയിം യൂണിറ്റ് തന്നെയാണ്. ഈ കാണുന്നതാണ്. കുറച്ച് നേക്കഡായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ ഓൾറെഡി കേട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ രംഗം പോലെ ചെയ്തുക. അപ്പോൾ അടുത്തൊരു കീടു വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ.